സോ ആ ഭക്തി എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നു അതൊക്കെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. സോ ഇതിന്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ്. ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കില്ലല്ലോ. എന്റെ ഒരു ഫോൺ നമ്പർ എടുത്തിട്ട് ഏതോ ഒരുത്തൻ യൂട്യൂബിൽ കൊണ്ടുപോയിട്ടുണ്ട് ആരെയോ, എന്നിട്ട് എന്തോ പ്രശ്നങ്ങളൊക്കെ തീർത്ത് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിങ്ങനെ ഫോൺ വന്നുകൊണ്ടിരിക്കുന്നു. എന്റെ ഭർത്താവ് കള്ളു കുടിച്ചു വന്ന് കൈ മുറിച്ചു, ഇത് ആരോ പ്രാഗിയതാണ്, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തീർത്ത് തരണം, എന്റെ പൊന്നേച്ചി അങ്ങനെ വല്ലതും ചെയ്ത പോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകോ, മറ്റേ കോഴികളൊക്കെ ചത്തൊടുങ്ങുകയാണ്, ഇത് ആരുടെ പ്രശ്നമാണ്, എന്നാ പോലെ വെറ്റിനറി ഡോക്ടറല്ലേ വിളിക്കുന്നത്. സ്വന്തം കാര്യം പോലും മര്യാദയ്ക്ക് നോക്കാൻ പറ്റാത്ത ഞാൻ എങ്ങനെ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ തീർക്കാനാണ്? പക്ഷെ ഇങ്ങനത്തെ ഉള്ള ആൾക്കാരെയൊക്കെയാണ് ഈ സിനിമ കാണിച്ചു കൊടുക്കേണ്ടത്. ഇവരാണ് ഈസി ആയിട്ട് പറ്റിക്കപ്പെടുന്നത്. ഈ ആൾ ദൈവങ്ങളൊക്കെ കൂടി വരാനുള്ള കാര്യം ഇങ്ങനത്തെ ആൾക്കാർ തന്നെയാണ്. സോ അവരെന്തായാലും കാണിച്ചു കൊടുക്കേണ്ട ഒരു അടിപൊളി സിനിമയാണ്. മലയാളത്തിൽ നിന്ന് ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ട് ഒരു സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിജു വിൽസന്റെ പഞ്ചവത്സര പദ്ധതി. ഈ മദനോത്സവം ഒക്കെ പോലെ ഒരു പൊളിറ്റിക്കൽ സട്ടയർ ആണ് സിനിമ. കൊച്ചു പടം, പക്ഷെ അടിപൊളി പടമാണ്. മദനോത്സവം കുറച്ചും കൂടി ഹ്യൂമറിന് ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോ ഇത് സിമ്പിൾ സ്ട്രെയിറ്റ് ഫോർവേഡ് സ്റ്റോറി, നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ നടക്കുന്ന കഥ കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്ത അടിപൊളി പടമാണ് കേട്ടോ. സിജു വിൽസൺ നെവർ ഡിസപ്പോയിന്റ്സ് എന്നുള്ള ഒന്നും കൂടി പ്രൂവ് ചെയ്തിരിക്കുകയാണ്. സോ ഭക്തി, ഇതിൽ സിജു വിൽസൺ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് നമുക്ക് ഒരു പണി എടുക്കാതെ പൈസക്കാരാവാൻ പറ്റിയ ഒറ്റ മാർഗം ഭക്തിയാണ്. സോ ആ ഭക്തി എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നു അതൊക്കെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. സോ ഇതിന്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ്. ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കില്ലല്ലോ. എന്റെ ഒരു ഫോൺ നമ്പർ എടുത്തിട്ട് ഏതോ ഒരുത്തൻ യൂട്യൂബിൽ കൊണ്ടുപോയിട്ടുണ്ട് ആരെയോ, എന്നിട്ട് എന്തോ പ്രശ്നങ്ങളൊക്കെ തീർത്ത് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിങ്ങനെ ഫോൺ വന്നുകൊണ്ടിരിക്കുന്നു. എന്റെ ഭർത്താവ് കള്ളു കുടിച്ചു വന്ന് കൈ മുറിച്ചു, ഇത് ആരോ പ്രാഗിയതാണ്, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തീർത്ത് തരണം, എന്റെ പൊന്നേച്ചി അങ്ങനെ വല്ലതും ചെയ്ത പോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകോ, മറ്റേ കോഴികളൊക്കെ ചത്തൊടുങ്ങുകയാണ്, ഇത് ആരുടെ പ്രശ്നമാണ്, എന്നാ പോലെ വെറ്റിനറി ഡോക്ടറല്ലേ വിളിക്കുന്നത്. സ്വന്തം കാര്യം പോലും മര്യാദയ്ക്ക് നോക്കാൻ പറ്റാത്ത ഞാൻ എങ്ങനെ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ തീർക്കാനാണ്? പക്ഷെ ഇങ്ങനത്തെ ഉള്ള ആൾക്കാരെയൊക്കെയാണ് ഈ സിനിമ കാണിച്ചു കൊടുക്കേണ്ടത്. ഇവരാണ് ഈസി ആയിട്ട് പറ്റിക്കപ്പെടുന്നത്. ഈ ആൾ ദൈവങ്ങളൊക്കെ കൂടി വരാനുള്ള കാര്യം ഇങ്ങനത്തെ ആൾക്കാർ തന്നെയാണ്. സോ അവരെന്തായാലും കാണിച്ചു കൊടുക്കേണ്ട ഒരു അടിപൊളി സിനിമയാണ്. സോ ഈ സിനിമയിലെ അഗൈൻ ദ ഹൈലൈറ്റിംഗ് ഫാക്ടർ പറഞ്ഞ പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. സിജു വിൽസന്റെ കൂട്ടുകാരനായിട്ട് ഒരു പയ്യനൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അടിപൊളി പെർഫോമൻസ് ഉണ്ട്. എല്ലാവരും നല്ല പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സോ അമിത പ്രതീക്ഷ ഇല്ലാതെ നിങ്ങൾക്ക് പോയി കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ്. മനോരമ മാക്സിലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. സോ സാധാരണ ഒരു പടത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സീരിയസ് ആയിട്ട് പടം പോയി കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ റൊമാൻസ്, കുറച്ച് കോമാളിത്തരങ്ങൾ അങ്ങനെയൊക്കെ കാണിച്ചിട്ട് പടം കൊളാക്കും. പക്ഷെ ഇതിൽ അങ്ങനെയൊന്നുമില്ല. വൺസ് ഈ സിനിമ സീരിയസ് മൂഡിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ റൊമാൻസ് തേങ്ങയും വാങ്ങുന്നില്ല. പറയേണ്ട പൊളിറ്റിക്സും കാര്യങ്ങളും എല്ലാം വൃത്തിക്ക് പറഞ്ഞിട്ട് അടിപൊളി പടമായിട്ട് എനിക്ക് തോന്നിയത്. സോ ട്രൈ ഇറ്റ് ഔട്ട്. മനോരമ മാക്സിൽ അവൈലബിൾ ആണ്. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരു ചെറിയൊരു ട്വിസ്റ്റും കാര്യങ്ങളും തമാശ രീതിയിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ തന്നെ നമുക്കിത് കണ്ടിരിക്കാൻ നല്ലൊരു മൂഡ് കിട്ടും. പിന്നീട് ഈ ടൈറ്റിൽ കാർഡ് ഒക്കെ എഴുതി കാണിക്കുന്ന സമയത്ത് ഒരു പാട്ടുണ്ട്, അതും നമുക്ക് വലിയ ബോറിംഗ് ആയി തോന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്കിങ്ങനെ തോന്നാൻ തുടങ്ങി, എന്തിനാണ് ഈ പഞ്ചവത്സര പദ്ധതി എന്നുള്ള പേര്? കാരണം അതും ഇതായിട്ട് ഒരു ബന്ധമില്ലല്ലോ. പിന്നെ ഒന്ന് രണ്ട് ട്വിസ്റ്റും കാര്യങ്ങളായിട്ട് പറയേണ്ട പൊളിറ്റിക്സ് ഒക്കെ വൃത്തിക്ക് പറഞ്ഞ നല്ലൊരു സിനിമയാണ്. സോ ട്രൈ ഇറ്റ് ഔട്ട് ഇഫ് യു ഹാവ് ടൈം. മനോരമ മാക്സിൽ അവൈലബിൾ ആണ്.